കോടതിയും കേസും കൂട്ടവുമായിട്ട് അങ്ങനെ നടക്കേണ്ടി വരും. അവനിക്ക് വലിയ വലിയ മോഹങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ. അതുകൊണ്ടായിരിക്കും അവൻ ഒരക്ഷരം മിണ്ടാതിരുന്നെ. അവസാനം തല്ലൊക്കെ വാങ്ങിച്ചിട്ടും അവൻ ലാസ്റ്റ് ചെയ്ത് കണ്ടില്ലേ. ഹലോ ഹായ് SPT ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ കുട്ടികളെ ഒന്ന് തല്ലിയാൽ 10 ഇരട്ടിയായി തിരിച്ചു ലഭിച്ചേക്കാം. ഒരുപക്ഷെ അത് കൊലപാതകത്തിൽ വരെ ചെന്നെത്തിയേക്കാം. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീഡിയോന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ, ആ വീഡിയോയിൽ ഒരു വ്യക്തിയെ ഒരാൾ അടിക്കുന്നുണ്ട്. എന്നാൽ തല്ല് കൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. അതെന്തിനാണെന്നും അതുപോലെ ഈ വീഡിയോയിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നും പറയുന്നതിന് മുൻപായി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കേസ് കൊടുക്കാതെ ആ കുട്ടികളെ ഞാൻ സ്റ്റാഫില്ല, പുതിയ സ്റ്റാഫില്ല. ആണറിഞ്ഞ് കളിക്കും. ഞാനെന്നെ എനിക്ക് ആരോ ഞാൻ വിളിക്ക് വാച്ച് വാച്ച് ഞാൻ ഒത്തിരി കളിപ്പിട്ട് കഴിഞ്ഞാല് എനിക്ക് അറിയത്ത് പോലും ഇരിക്കുന്നു. എന്നെ തല്ലി നിന്നെ തല്ലിയേ ഞാൻ എന്താ എനിക്ക് കളിക്കൊണ്ട് കണ്ടല്ലേ, ഇത്രത്തോളം തല്ല് വാങ്ങിച്ചിട്ടും തെറിവിളി കേട്ടിട്ടും അവൻ ഒരക്ഷരം തിരിച്ചു പറഞ്ഞില്ല, തിരിച്ചടിച്ചില്ല. സ്കൂട്ടർ വെച്ച് എൻട്രൻസിന്റെ ഗ്ലാസ് പൊളിച്ച് അകത്ത് വന്ന് സ്റ്റാഫിനെ മർദ്ദിക്കുകയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് എന്തിനാണ് ചെയ്തത് എന്നല്ലേ, ഇത് ചെയ്തിട്ടുള്ളത് എനിക്ക് മീഡിയയിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കയറി വന്ന വ്യക്തി ഈ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പണം ചോദിച്ചതിനാണ് ഈ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മീഡിയയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും അത് അവിടെ ഇരിക്കട്ടെ. ഈ ഒരു അടി കൊണ്ട മർദ്ദനം ഏറ്റ വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ആ സ്റ്റാഫിനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട്. ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് കണ്ടാലും കൂടുതൽ പേരും ഇവരെ ഈ ഒരു അടി കൊണ്ട വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണുള്ളത്. കാര്യം എന്താണെന്ന് പറയുന്നത്, അവനിക്ക് ധൈര്യമില്ല, അവനിക്ക് കൈയില്ലേ തിരിച്ചടിക്കാൻ വേണ്ടി, അവനിക്ക് നട്ടലില്ലേ, അങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികൾക്ക് 1 കൊടുത്താൽ 10 തിരിച്ചു കൊടുക്കുമെന്ന്. പക്ഷെങ്കിൽ അവർ ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല. എന്നാൽ ഈ വ്യക്തി എല്ലാ കാര്യത്തെക്കുറിച്ചും ചിന്തിച്ച് തന്നെയാണ് അനങ്ങാതിരുന്നത്. കാരണം തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അതൊരു തല്ല് കേസായി മാറും. അങ്ങനെയാണെങ്കിൽ ഭാവി തന്നെ നശിച്ചേക്കാം. കോടതിയും കേസും കൂട്ടവുമായിട്ട് അങ്ങനെ നടക്കേണ്ടി വരും. അവനിക്ക് വലിയ വലിയ മോഹങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ. അതുകൊണ്ടായിരിക്കും അവൻ ഒരക്ഷരം മിണ്ടാതിരുന്നെ. അവസാനം തല്ലൊക്കെ വാങ്ങിച്ചിട്ടും അവൻ ലാസ്റ്റ് ചെയ്ത് കണ്ടില്ലേ. ഇക്കാന്റെ വാച്ചിതാ എന്ന് പറഞ്ഞ് വാച്ച് തിരിച്ചു കൊടുത്തു അവൻ. അവിടെ അവന്റെ മനസ്സാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ തിരിച്ചടിക്കാൻ ആർക്കും പറ്റും. പക്ഷെങ്കിൽ അതിനുശേഷം വരുന്ന പ്രശ്നങ്ങൾ അതാണ് നോക്കേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലത്തെ ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും അടിയും ചീത്തവിളിയും കേട്ടിട്ടും അവനൊരക്ഷരം തിരിച്ചു പറഞ്ഞില്ല, തിരിച്ചടിച്ചില്ല, മർദ്ദിച്ചില്ല. എന്തുകൊണ്ട്? അവനിക്ക് വേണ്ടത് സമാധാനമായിട്ടുള്ള ഒരു ജീവിതമാണ്. അവനെ ആശ്രയിച്ച് ഒരു കുടുംബം ചിലപ്പോൾ ഉണ്ടാകും. അതുമാത്രമല്ല, ഇപ്പോൾ അവിടെ തിരിച്ചു തല്ലിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു മരണത്തിന് വരെ കാരണമായേക്കാം. കാരണം ആ വന്ന വ്യക്തിയുടെ ദേഷ്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചടിച്ചാൽ അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ചില സമയത്ത് ഇങ്ങനെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇനി ഈ CCTV ഫൂട്ടേജ് വെച്ചിട്ട് അയാൾക്കെതിരെ ഷോപ്പിൽ കയറി തല്ലി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റും. അതിക്രമിച്ച് കയറി തല്ലി, അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിന് വരെ വേണമെങ്കിൽ കേസ് കൊടുക്കാം.
ആ ഒരു രീതിയിലാണ് ആ വ്യക്തിയെ ആ വന്ന വ്യക്തി തല്ലിയിട്ടുള്ളത്. ഇത് മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങോട്ടേക്ക് തല്ല് കിട്ടിയാൽ തിരിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ വ്യക്തിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ തിരിച്ചു തല്ലി ആണത്തം കാണിക്കാനും നട്ടലുണ്ടെന്ന് അറിയാനും അല്ലെങ്കിൽ കൈയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നീട് അതിന്റെ പിറകെ വരുന്ന പ്രശ്നങ്ങൾ ഇതിലും വലുതായിരിക്കും. ഇതൊരു മാതൃകയായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.